ഇനി വെള്ളം വേണോ? വേണ്ട, മതി. നിനക്കെന്താ പെട്ടെന്ന് സംഭവിച്ചത്? ആ പെയിന്റിങ് കണ്ട ഷോക്കാണോ? എനിക്കറിയില്ലടാ, പെട്ടെന്ന് ഒരു തലവേദന വന്നു. നെഞ്ചിൽ ഒരു കത്തി കുത്തിയിറക്കിയ പോലൊരു വേദന. ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ. കണ്ണിൽ മൊത്തം ഇരുട്ടുകൊണ്ട് മൂടി. പിന്നെ എൻ്റെ ബോധവും പോയി. ഞാൻ നീ വീണ് കിടക്കുന്നത് ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ ആ പെയിന്റിങ് കണ്ട ഷോക്കിൽ നിൽക്കണോന്നായിപ്പോയി. ആ എൻസോ എന്താടാ നിന്നെപ്പോലെ ഇരിക്കുന്നത്? ഇനി നീ പറഞ്ഞ പോലെ ആ രാജാവിൻ്റെ പുനർജന്മമാണോ നീ? അങ്ങനെയാണെങ്കിൽ നീയും മോനയും തമ്മിലും കണക്ഷൻ കാണുമല്ലോ. എനിക്ക് തലയൊക്കെ വേദനിക്കുക. ഇതിൻ്റെയൊക്കെ പിറകിൽ എന്തോ ഉണ്ട്. വർഷങ്ങൾക്കിപ്പുറം അവരുടെ പെയിൻറ്റിങ്ങും മറ്റ് സാധനങ്ങളും കണ്ടുപിടിക്കുക, അതേ രൂപത്തിലുള്ള എൻ്റെയും മോനയുടെയും കണ്ടുമുട്ടൽ, ഇതൊന്നും കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ആദ്യം പറഞ്ഞപ്പോൾ ഞാനും തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നിന്റെ സംശയങ്ങളെല്ലാം സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാനാ തോന്നുന്നത്. അന്ന് ആ പെയിൻറ്റിങ്സ് എക്സിബിഷന് വെച്ചതുപോലെ ഇതും വെക്കുമോ? വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ അടുത്തൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. നിന്റെ എക്സിബിഷന് പുറകെ 3-4 എക്സിബിഷൻ വേറെയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പപ്പയോട് ചോദിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കേടാ. നീ ഓക്കെ ആയെങ്കിൽ വാ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു തരാം. നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്ക്. നിന്റെ ബോഡിക്ക് അതിപ്പോൾ അത്യാവശ്യമാണ്. മര്യാദയ്ക്ക് ഫുഡോ റെസ്റ്റോ ഇല്ലാതെ രാപ്പകൽ വരയ്ക്കുകയും അതിൻ്റെ പുറകെ ഈ എക്സിബിഷൻ്റെയും പുറകെ നടന്നതുകൊണ്ടാണ് നിന്റെ ബോഡി എക്സോസ്റ്റഡ് ആയി ഇപ്പോൾ തലകറങ്ങി വീണത്. ഇനിയും 4 ദിവസം ഇവിടെ എക്സിബിഷന് നിൽക്കാനുള്ളതല്ലേ. അപ്പോൾ കിട്ടുന്ന സമയം നന്നായിട്ട് റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. വന്നേ. എന്താ അമ്മ ഇത്? അപ്പ വരെ വൈകുന്നേരം നേരത്തെ ഇറങ്ങാമെന്ന് സമ്മതിച്ചു. പിന്നെ അമ്മയ്ക്ക് മാത്രം എന്താ കുഴപ്പം? ഞാനെങ്ങുമില്ല, എനിക്കിതിലൊന്നും താല്പര്യമില്ല. അല്ലെങ്കിലും ഈ പെയിൻറ്റിങ്സ് ഒന്നും കണ്ടാൽ എനിക്ക് മനസ്സിലാകില്ല. ചുമ്മാ കുറേ കളറ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തേച്ച് പിടിപ്പിച്ചിട്ട് അതിന് പുറകിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് പറയും. ഇത് അങ്ങനത്തെ പെയിന്റിംഗ് അല്ല അമ്മ. ഇയാനോടാണെങ്കിൽ ഞാൻ നിങ്ങളെ 2 പേരെയും കൊണ്ടുവരാമെന്ന് പറയുകയും ചെയ്തു. അമ്മ പ്ലീസ് സമ്മതിക്ക്. എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റ് ആകുന്നു. അപ്പാ ഒന്ന് അമ്മയോട് വരാൻ പറ. മോള് ക്ലാസ്സിലേക്ക് പോക്കോ. എക്സിബിഷന് എന്തായാലും അമ്മയും വരും. അപ്പയല്ലേ പറയുന്നത്? ധൈര്യമായിട്ട് പോയിക്കോ. താങ്ക് യു അപ്പ. എങ്കിൽ ഞാൻ ഇറങ്ങാണേ. ബൈ. സ്റ്റീഫൻ എന്തു പണിയാ കാണിച്ചത്? ഞാൻ കൂടെ വരുമെന്ന് എന്തിനാ മോനയ്ക്ക് വാക്ക് കൊടുത്തത്? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് റാഫേൽ? അന്ന് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ ആവുന്നത് നിന്നോട് പറഞ്ഞതല്ലേ. അപ്പോ ഭാവിയിൽ എന്തു വന്നാലും നേരിടാൻ തയ്യാറാണെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടിപ്പോ ആ ധൈര്യമൊക്കെ എവിടെ പോയി? സ്റ്റീഫൻ, ഞാൻ എനിക്ക് ഇറ്റ്സ് ജസ്റ്റ് എ പെയിന്റിംഗ് റാഫേൽ, നത്തിങ് മോർ. ഞാനുണ്ടല്ലോ കൂടെ. യു വിൽ ബി ഓൾ റൈറ്റ്. മോളെ വിഷമിപ്പിക്കേണ്ട. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്ക് 2 പേരും റെഡി ആയിട്ട് നിൽക്കണം, കേട്ടോ? ശരി. ഇത് ആ എൻസോ രാജാവിന്റെ പടങ്ങളെക്കാൾ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പോലും അവന്റെ റേഞ്ച് ഇത്ര ഹൈ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ, അപ്പ, എങ്ങനെയുണ്ട് നിങ്ങളുടെ മത്സ്യകന്യകയായ മോൾ? എന്താ പറഞ്ഞത്? ഈ അമ്മ എന്തിനാ ചെറിയ കാര്യത്തിന് പോലും ഇങ്ങനെ വലിയ റിയാക്ഷൻ തരുന്നത്? എൻസോ രാജാവിന്റെ ലവർ എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. എന്നെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്? ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഏതെന്നും തോന്നിയതായിരിക്കും, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാ എന്നൊക്കെയല്ല അമ്മ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട്? പറഞ്ഞതൊക്കെ സത്യമായിരുന്നെന്ന് ബോധ്യമായില്ലേ? പിന്നില്ലാതെ. അപ്പയ്ക്ക് അന്നേ മോള് പറഞ്ഞത് വിശ്വാസമായിരുന്നു. നിന്റെ അമ്മയ്ക്കായിരുന്നല്ലോ സംശയം. അതിപ്പം മാറിക്കിട്ടിക്കാണും. മത്സ്യകന്യകയായിട്ട് ഞാൻ എങ്ങനെയുണ്ട് അപ്പ? കൊള്ളാമോ? നീ എന്തിനാ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? എന്റെ മോള് മത്സ്യകന്യകയായിട്ട് മാത്രമല്ല, എങ്ങനെ വന്നാലും സുന്ദരിയാ. അപ്പയുടെ രാജകുമാരിയല്ലേ, സൗന്ദര്യം ഒട്ടും കുറയത്തില്ല. സുഖിച്ച് സുഖിച്ച്.
നിങ്ങൾ രണ്ടാളും ബാക്കി പെയിന്റിങ്സ് നോക്ക്, ഞാൻ ഇയാനെ ഒന്ന് കാണട്ടെ. ശരി മോളെ, പോയിട്ട് വാ. സ്റ്റീഫൻ, എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാകുന്നു. നമ്മുടെ മോളെ നഷ്ടപ്പെടുമോ സ്റ്റീഫൻ? നീ എന്തിനാ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പേടിക്കുന്നത്? ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഇത് വെറും ചിത്രങ്ങളാ. അവയെ അങ്ങനെ തന്നെ കാണാൻ നോക്ക്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിന്നെ കൊണ്ട് പറ്റണം, അല്ലെങ്കിൽ നിന്റെ ഈ പേടിയും വെപ്രാളവും മോണയിൽ സംശയങ്ങൾ ഉണ്ടാക്കും. അറിയാലോ, നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന ആ ദിവസം അടുത്തെത്തി കഴിഞ്ഞു. അതുവരെയെങ്കിലും അവളൊന്നും അറിയാൻ പാടില്ല. ആർട്ടിസ്റ്റ് ഇവിടെ വന്നിരിക്കാണോ? അകത്ത് എല്ലാവരും തന്നെ പുകഴ്ത്തുമ്പോ അത് കേൾക്കാൻ അവിടെ നിൽക്കല്ലേ വേണ്ടത്? ആ മൂവാണയോ? ഞാൻ താൻ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓപ്പണിങ്ങിന് തന്നെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഇതാ പിടിക്ക്, കൺഗ്രാറ്റുലേഷൻസ്. ഓ, ഫ്ലവേഴ്സോ? ആദ്യമായിട്ട് എനിക്കൊരാൾ ഫ്ലവേഴ്സ് തരുന്നത്. താങ്ക് യു സോ മച്ച്. ഇയാന്റെ എക്സിബിഷൻ ഞാൻ ആദ്യമായിട്ടല്ലേ കാണാൻ വരുന്നത്, അപ്പോ വെറും കൈയോടെ വരാൻ പാടില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഐ അപ്രീഷിയേറ്റ് ദിസ്. പെയിന്റിങ്സ് ഒക്കെ കണ്ടോ? കണ്ടോന്നോ? അത് കണ്ട എക്സൈറ്റ്മെന്റിൽ ഇയാനെ കാണാൻ വേണ്ടി ഓടി വന്നതല്ലേ ഞാൻ. ചാർലിയാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. പെയിന്റിങ്സ് എല്ലാം ഒരു രക്ഷയുമില്ല. ഇയാൻ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. റിയലി ഇറ്റ്സ് ഇൻക്രെഡിബിൾ. അല്ല, ഇയാൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അവിടെ എല്ലാവരും തന്നെ തിരക്കില്ലേ? വാ, ഇവിടെ ഇരിക്കെ, ഞാൻ പറഞ്ഞു തരാം. അങ്ങോട്ട് നോക്കിയേ. എൻ്റെ പപ്പയ്ക്ക് ആസ്ട്രോണമിയിൽ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. കുഞ്ഞിൽ ടെലിസ്കോപ്പ് വഴി മൂണും സ്റ്റാർസും ഒക്കെ കാണിച്ചു തരുമായിരുന്നു. രാത്രികളിൽ മിക്കപ്പോഴും ഞങ്ങൾ 3 പേരും ടെറസിൽ ആകാശം നോക്കി കിടക്കും. ഇയാന്റെ പാരൻസ്? ദേ ആർ നോ മോർ. ഒരു ആക്സിഡൻറ്റ്. ഓ, ഐ എം സോ സോറി, എനിക്കറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ബീൻ ഇയേഴ്സ്. ഞാൻ ആർട്ടിസ്റ്റ് ആകുമെന്ന് അവിടെ 2 പേരും എപ്പോഴും പറഞ്ഞു നടന്നിരുന്നത്. പക്ഷേ അത് കാണാനുള്ള യോഗം അവർക്കില്ലാതെ പോയി. ഞാൻ എല്ലാ എക്സിബിഷൻ്റെയും ഓപ്പണിങ്ങിന് ഇതുപോലെ ഇവിടെ വന്നിരിക്കും, ആകാശം നോക്കി. മേഘങ്ങൾക്കിടയിലൂടെ അവരും എന്നെ നോക്കുന്നുണ്ടെന്നും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ നിങ്ങൾ 3 പേരുടെയും ഫാമിലി ഗാദറിംഗിലേക്കാണോ ഞാൻ ഇന്ന് ഇടിച്ചു തള്ളി കയറിയത്? അതുകൊണ്ട് എൻ്റെ പാരൻസിന് മോനെ കാണാനായി. അവരും തന്നെ പെയിന്റിങ്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവര് എന്റെ പെയിന്റിങ്സ് കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ തന്നെ സ്വപ്നം കാണുന്ന വിധം. ഞാൻ കുഞ്ഞിലേ തൊട്ടേ തന്നെ സ്വപ്നത്തിലൂടെ കാണുന്നുണ്ട്. റിയലി? യാ, എന്നും എൻ്റെ സ്വപ്നത്തിൽ വരും. അങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ വരുന്ന സുന്ദരിയെ മമ്മയ്ക്കും പപ്പയ്ക്കും കാണിക്കാനാ ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നത്. എപ്പോഴേലും താൻ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരാണെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും എന്നെ സ്വപ്നം കണ്ടത്? ഇനി ആ എൻസോയുടെ ലവറിനെ ആയിരിക്കുമോ കണ്ടത്? ഞാൻ കണ്ടയാൾക്ക് വാലില്ലായിരുന്നു. അപ്പോ നിങ്ങൾ 2 പേരിൽ ആരുമാകാം. വല്ലാത്തൊരു അത്ഭുതം തന്നെയല്ലേ? ഞാൻ നിന്നെ ഈയിടെയായിട്ടാണ് കണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഹൃദയം പറയുന്നത് മറ്റൊന്നാണ്. ഞാൻ നിന്നെ മുൻപ് കണ്ടിട്ടുണ്ട്, നിന്നെ പ്രണയിച്ചിട്ടുണ്ട്, നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. മറ്റൊരു കാലഘട്ടത്തിൽ, മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു ജന്മത്തിൽ. ഇയാനെന്താ നോക്കുന്നത്? ഹേ, ഒന്നുമില്ല. അല്ല, മോന ഒറ്റയ്ക്കാണോ വന്നത്? അയ്യോ, സംസാരിച്ചിരുന്ന് ഞാൻ ആ കാര്യം മറന്നു. എൻ്റെ അമ്മയും അപ്പയും കൊണ്ട് കൂടെ. ഞാൻ അവർക്ക് ഇയാനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഇയാന്റെ കൂടെ ഇരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. എങ്കിൽ വാ, അവരെ ഇനിയും കാത്തു നിർത്തി മുഷിപ്പിക്കേണ്ട.
നീ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര നേരമായിരുന്നു തിരക്കാൻ തുടങ്ങിയിട്ട്? സോറി അമ്മ, ഇയാന്റെ കൂടെ സംസാരിച്ചിരുന്നപ്പോൾ ടൈം പോയതറിഞ്ഞില്ല. ഇതാണ് ഇയാൻ. ഇയാൻ, ഇതെന്റെ അപ്പ സ്റ്റീഫൻ, അമ്മ റാഫേൽ. ഹലോ, നൈസ് മീറ്റിംഗ് യു. നോ, ദ പ്ലഷർ ഈസ് അവേഴ്സ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസ്. ഈ പെയിന്റിങ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. യു ആർ എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ് ഇയാൻ, ട്രൂലി ടാലന്റഡ്. താങ്ക് യു സോ മച്ച് സർ. എങ്കിൽ പിന്നെ നമുക്കിറങ്ങിയാലോ? വരട്ടെ ഇയാൻ. നമുക്കിനിയും കാണാം. തീർച്ചയായും. ബൈ ഇയാൻ. ഇയാൻ, പപ്പ വരുന്നുണ്ട്. ഹലോ ഇയാൻ, ഹൗ ആർ യു? ഐ ആം ഗുഡ് സർ. ഇത്തവണത്തെ തീം ആൻഡ് പെയിന്റിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെൻറ്റ് ദാൻ യൂഷ്വൽ ആണല്ലോ. എനിക്ക് എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. എൻസോയുടെ പെയിൻറ്റിങ്സ് കണ്ടപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അതാ ഞാൻ. ദാറ്റ്സ് ഗുഡ്. ഓപ്പണിംഗ് ഡേയിൽ തന്നെ എക്സിബിഷൻ നല്ല സക്സസ്ഫുൾ ആണ്. ഒരുപാട് പെയിന്റിങ്സ് സോൾഡ് ആയെന്ന് ചാർലി പറഞ്ഞു. അതും വാങ്ങിയത് മുഴുവൻ ഫോറിനേഴ്സ്. എക്സിബിഷൻ കഴിഞ്ഞാൽ ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ റെഡിയാക്കണം. പിന്നെ ഒരു എക്സിബിഷൻ്റെ തീമും മറ്റു കാര്യങ്ങളുമൊക്കെ ആർട്ടിസ്റ്റ് തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ഐ ഡോണ്ട് മൈൻഡ് വാട്ട് എവർ ദ തീം ഈസ് ഇഫ് ഇറ്റ് പ്രോഫിറ്റ്സ് ടു മീ. ദിസ് ടൈം യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് മോർ ദാൻ യുവർ പ്രീവിയസ് വൺസ്. കീപ് അപ്പ് വിത്ത് ദിസ് ഗുഡ് വർക്ക്. ഷുവർ സർ. Okay then, see you around. നീ എന്തിനാണ് ഇപ്പോഴും പപ്പയെ സാറെന്ന് വിളിക്കുന്നത്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അങ്കിൾ എന്ന് വിളിക്കാൻ. നിന്റെ പപ്പയുടെ ഫ്രണ്ട് അല്ലേടാ? നമ്മളിപ്പോൾ വർക്കിംഗ് പ്ലേസിലല്ലേ? ഇവിടെ ഞാൻ അങ്കിളിൻ്റെ കീഴിലുള്ള ഒരു എംപ്ലോയി മാത്രമാണ്. അപ്പോൾ പിന്നെ ഞാൻ സാറെന്നല്ലേ വിളിക്കേണ്ടത്. പിന്നെ വിൻസെൻ്റ് അങ്കിളിന് ഞാൻ സാറെന്ന് വിളിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അത് അങ്ങനെ തന്നെ പോട്ടെ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നിന്നെ 1-2 പേർ തിരക്കിയിരുന്നു. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ എൻ്റെ പണി നോക്കട്ടെ. ഓക്കേടാ. എനിക്കെന്താ ഈ സംഭവിക്കുന്നത്? ആ പെയിൻറ്റിങ് കണ്ടപ്പോൾ ഞാൻ കണ്ടത് എൻസോയുടെ ജീവിതമായിരുന്നു. ആ എൻസോ എൻ്റെ പൂർവ്വജന്മം തന്നെയാണോ? അപ്പോ മോന? ഇതെന്താ? മോനെ മുൻപ് 3 തവണ കണ്ടപ്പോഴും ഇല്ലാത്തൊരു തരം ഫീലിംഗ് ഇപ്പോൾ. അവളെപ്പറ്റി ഇപ്പോൾ ആലോചിക്കുമ്പോൾ പോലും എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നു. നെഞ്ചിൽ കൊളുത്തി വലിക്കുന്നത് പോലൊരു വേദന. കഴിഞ്ഞ ജന്മത്തിൽ അവളെനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു. ഞാനിപ്പോ എന്തിനാ കരയുന്നത്? മോന, അവളെൻ്റെ ആരൊക്കെയോ ആയിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഇയാനെ, നീ എന്താ ഈ സമയത്ത്? ഉറങ്ങിയില്ലേ നീ? ഉറങ്ങാൻ പറ്റുന്നില്ലടാ. ആ എൻസോയുടെ ചിത്രം എൻ്റെ ഉറക്കം കെടുത്തുവാ. നിന്റെ ഈ എക്സിബിഷൻ ഒന്ന് തീർന്നോട്ടെ ഇയാനെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് അന്വേഷിക്കാം. അതുപോലെ. പക്ഷേ എവിടെ പോയി അന്വേഷിക്കാനാ? ഈ പാസ്റ്റൊക്കെ അറിയാൻ പറ്റുന്ന ഒരാൾ വേണ്ടേ? ചാർലി, ആ ഷേമൻ, അവർക്കിതൊക്കെ അറിയാൻ വഴിയില്ലേ? ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ എന്ന് ഞാനല്ല, നീയാ അവരെ പറ്റി ചോദിച്ചത്. ഈ നൂറ്റാണ്ടിൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ലല്ലോ എനിക്ക് ചുറ്റും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെയും വിശ്വസിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഈ എക്സിബിഷൻ തീരട്ടെ. ഞാൻ അവരെ വിളിച്ചു ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാം. ഇപ്പോൾ നീ കൂടുതൽ ആലോചിക്കാതെ ഉറങ്ങാൻ നോക്ക്. ഒക്കെ നമുക്ക് ശരിയാക്കാം. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഡയാനെ, ഞാൻ ആ ഷ്യാമിനെ വിളിച്ചിരുന്നു നിനക്ക് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കാൻ. എന്നിട്ട് കിട്ടിയോ? അവരെൻ്റെ കോള് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. കോൾ എടുത്തയുടൻ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അറിയണമെങ്കിൽ നിന്നോട് തനിച്ചു വരാൻ പറയാൻ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു. ശരിക്കും? അതേന്ന്. അവരുടെ ശക്തി ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ വിശ്വാസമായോ? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോട്ടെ.
എനിക്ക് വേണ്ട ഉത്തരങ്ങൾ കിട്ടുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇവിടെ നിന്ന് അവസാനമായിട്ട് പോകുമ്പോൾ എന്നെ അവിശ്വസിച്ചിട്ടല്ലേ പോയത്? പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ലേ? ഞാൻ അന്ന് പറഞ്ഞതും നടന്നതുമെല്ലാം തികച്ചും യാദൃശ്ചികമായിരിക്കാം എന്നല്ലേ തോന്നുന്നത്? ഇപ്പൊ വന്നത് നിന്റെ മുൻജന്മത്തെക്കുറിച്ച് അറിയാനല്ലേ? ഇത് ചാർലി പറഞ്ഞതായിരിക്കും എന്നല്ലേ മനസ്സിൽ പറഞ്ഞത്? ഉള്ളിൽ ഇപ്പോഴും എന്നെ സംശയമുണ്ട്, എനിക്കറിയാം. സാരമില്ല, ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് അതൊക്കെ മാറിക്കോളൂ. എനിക്ക് എൻ്റെ പാസ്റ്റ് എങ്ങനെയായിരുന്നെന്ന് അറിയണം. എൻ്റെ റിസംബ്ലൻസ് ഉള്ള ആ പെയിൻറ്റിങ് കണ്ടതിൽ പിന്നെ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെല്ലാമോ ഒക്കെ കാണുന്നു. അത് എൻ്റെ പൂർവ്വജന്മമായിരുന്നു. എൻ്റെ നെഞ്ചിലെ വേദനയും ഞാൻ അനുഭവിക്കുന്ന ഈ ഫീലിങ്സും ഇതൊക്കെ എൻ്റേത് തന്നെയാണോ? എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. നീ കണ്ടതെല്ലാം നിന്നെ തന്നെയാണ്, നീ അനുഭവിക്കുന്നതെല്ലാം നിൻ്റേത് തന്നെയാണ്, നിന്റെ മറ്റൊരു അസ്തിത്വം. നിനക്ക് വേണമെങ്കിൽ ഞാൻ പൂർണ്ണമായും അത് കാണിച്ചു തരാം. വേണം, എനിക്കെല്ലാം അറിയണം. നീ കണ്ടതിനും അപ്പുറത്താണ് നിന്റെ പൂർവ്വജന്മം. അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നിന്നെക്കൊണ്ട് പറ്റണമെന്നില്ല. നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തെയും അത് ബാധിക്കാം. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. ഈ സ്ഫടിക ഗോളത്തിൽ നിന്റെ ഇരു കൈകളും ചേർത്ത് വെച്ച് കണ്ണടച്ചിരിക്കൂ. നീ അന്ന് കണ്ടത് ഒരു അംശം മാത്രമാണ്. ഇപ്പോൾ നീ കണ്ടതും അനുഭവിക്കുന്നതുമാണ് യഥാർത്ഥത്തിലുള്ള നിന്റെ ശരിക്കുമുള്ള അസ്തിത്വം. എനിക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റിയില്ല. അറിയാം, അതിനാണ് നീ ഈ ജന്മം എടുത്തത്. കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് സാധിക്കാൻ പറ്റാതെ പോയതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമാണിത്. പക്ഷേ അത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല. അവിടെ സംഭവിച്ചതെല്ലാം വേറൊരു രീതിയിൽ ഇവിടെയും സംഭവിക്കാം. അത് കണ്ടുപിടിച്ച് തടുക്കാൻ പറ്റുന്നതിലാണ് കാര്യം. അന്ന് നടന്നതൊന്നും ഇനി ആവർത്തിക്കാൻ പാടില്ല. അത് ഞാൻ ഉറപ്പുവരുത്തും. പിന്നെ സൂക്ഷിക്കണം. നിനക്ക് മാത്രമേ നിന്റെ പൂർവ്വജന്മം അറിയൂ. അവിടെ കണ്ട പലരെയും നിനക്ക് നിന്റെ ചുറ്റും ഇപ്പോൾ കാണാം. 2 ജീവിതങ്ങളും കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കരുത്. അവിടെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി. തൽക്കാലം ആരും ഇതറിയണ്ട. ഞാൻ ആരോടെങ്കിലും പറയും എന്നുള്ള പേടിയും വേണ്ട. എന്നെ വിശ്വസിക്കാം. എന്നോട് ക്ഷമിക്കണം. മുൻപ് നിങ്ങളിലും നിങ്ങളുടെ കഴിവുകളിലും സംശയം പ്രകടിപ്പിച്ചതിന്. നീ തിരികെ വരുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട. ഇപ്പോൾ മടങ്ങിക്കോളൂ. പറഞ്ഞ കാര്യങ്ങൾ ഒന്നും മറക്കണ്ട. പിന്നെ അടുത്ത തവണ വരുമ്പോൾ ചാർലിയെ കൊണ്ട് വിളിച്ച് അന്വേഷിപ്പിക്കണമെന്നില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇനി അങ്ങോട്ട് നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ രഹസ്യമായിട്ട് വെക്കാൻ നോക്കണം. ശരി, പോയിട്ട് വരാം.
ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ, ഒരു മടിയും കാണിക്കണ്ട. ഐ ആം ഫുൾ. പക്ഷേ ഞങ്ങൾക്ക് എന്തിനാ ട്രീറ്റ് ചെയ്തതെന്നാ മനസ്സിലാക്കാത്തത്. എൻ്റെ എക്സിബിഷൻ ഭയങ്കര സക്സസ്ഫുള്ളായി. എൻ്റെ ഇതുവരെയുള്ള എക്സിബിഷൻസിൽ നിന്നൊക്കെ വെച്ച് ഇതാണ് ഏറ്റവും വലിയ വിജയമായത്. സോ അതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്. പിന്നെ ഈ വിജയത്തിലൊരു പങ്ക് മോനയ്ക്ക് കൂടെയുള്ളതാ. അപ്പോൾ ഒരു ട്രീറ്റ് കൊടുക്കണമെന്ന് തോന്നി. അപ്പോ മോനയ്ക്കുള്ളതാണ് ഈ ട്രീറ്റ്. അയ്യോ, അങ്ങനെയല്ല. ചാർലി മാത്രമേ എനിക്ക് ഫ്രണ്ടായിട്ടുള്ളൂ. സോ ഐ തോട്ട് വി കുഡ് ബി ഫ്രണ്ട്സ് ഇഫ് യു ഗൈസ് ആർ കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. വി ആർ ഓൾറെഡി ഫ്രണ്ട്സ് ഇയാൻ. ദർ ഇസ് നോ നീഡ് ടു സ്പെൽ ഇറ്റ് ഔട്ട്. അല്ല, കുറെ പെയിന്റിങ്സ് സോൾഡ് ആയി എന്ന് പറഞ്ഞില്ലേ? പിന്നെ ഓൾമോസ്റ്റ് എവ്രിതിങ്. അപ്പോ പലരുടെയും വീട്ടിലും ഓഫീസിലുമൊക്കെ മോനയുടെ ഫേസ് ഒരു വാൾ ഡെക്കർ ആയിട്ട് വരുമല്ലേ? വാവ്, കൂൾ. ഇയാൻ, അടുത്ത എക്സിബിഷന് വേണമെങ്കിൽ എന്നെ മോഡലായിട്ട് എടുത്തോളൂ കേട്ടോ, എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ ഈ കൂട്ടത്തിൽ മോഡൽ ഫേസ് ഉള്ളത് എനിക്കായതുകൊണ്ട് ഞാൻ തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. നടാഷ, എക്സിബിഷൻ ആയിട്ടല്ലെങ്കിലും ഞാൻ വരയ്ക്കുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച്, നിങ്ങളുടെ വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ട്. വെഡ്ഡിങ്ങോ? ഓ ഇയാൻ, നീ ഒക്കെ നശിപ്പിച്ചു. ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഓ സോറി, ഞാൻ അറിഞ്ഞില്ല. ചാർലി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നടാഷി ഇവരോടും പറഞ്ഞു കാണുമെന്ന്. ഈ ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഗേൾസ് ഔട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ റിവീൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ ആം റിയലി സോറി. ഗായ്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെയും ചാർലിയുടെയും കാര്യം ഞങ്ങളുടെ വീട്ടിലറിഞ്ഞു. എതിർക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ബട്ട് വിൻസെന്റ് അങ്കിൾ ഒരു ബിസിനസ് പ്രപ്പോസൽ കൂടെ വെച്ചു. ഞങ്ങളുടെ കല്യാണത്തോടെ 2 ഫാമിലി മാത്രമല്ല, ബിസിനസ് കൂടെ ഒന്നാകുക. ഇത് മാരേജ് അലയൻസ് ആണോ അല്ലെങ്കിൽ ബിസിനസ് അലയൻസോ? ആര്യ, വി ഷുഡ് കൺഗ്രാറ്റുലേറ്റ് ഹർ. കൺഗ്രാറ്റുലേഷൻസ് നടാഷ. താങ്ക് യു. ബട്ട് സ്റ്റിൽ, isn't it too early? എൻഗേജ്മെന്റ് നടത്തി വെക്കുന്നതേ ഉള്ളൂ. മാരേജ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുക. ഡേറ്റ് ഞങ്ങൾക്ക് എപ്പോഴത്തേക്ക് വേണേൽ ഫിക്സ് ചെയ്യാം. അപ്പോ എൻഗേജ്മെന്റ് ഉടൻ കാണുമല്ലേ? ഏറെക്കുറെ. മോളെ, ചെലവ് ചെയ്തേ പറ്റൂ. അതിന് തന്നെയാടി ഞാൻ നമ്മുടെ ഔട്ടിംഗ് പ്ലാൻ ചെയ്തത്. അപ്പ സെറ്റ്. ഗായ്സ്, നമ്മളിപ്പോൾ പുതിയൊരു ഫ്രണ്ട്സ് ഗ്യാങ് ആയ സ്ഥിതിക്ക് ഒരു ഗ്രൂപ്പ് ചാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നൈസ് ഐഡിയ. ഞാൻ ക്രിയേറ്റ് ചെയ്യാം. നടാഷ, നീ ഇവരെ രണ്ടുപേരെയും ആഡ് ചെയ്താൽ മതി. ഓക്കെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അസൈൻമെന്റിൽ ഫുൾ മാർക്ക് കിട്ടി. എനിക്ക് മാത്രം കിട്ടിയില്ല. നീ പറയുന്നത് പുറത്തു നിന്നുള്ള ആരെങ്കിലും കേട്ടാൽ തീരെ മാർക്കില്ലാന്നേ വിചാരിക്കുള്ളൂ. 1 മാർക്കല്ലേ പോയത്? 1 മാർക്ക് പോയില്ലേ? നിന്റെ നോട്ട്സ് വെച്ചല്ലേ ഞാൻ എഴുതിയത്. എന്നിട്ട് എങ്ങനെയാ ആ മാർക്ക് പോയി? എന്റെ നോട്ട്സ് ഒക്കെ പെർഫെക്റ്റാ, അതുകൊണ്ടാ അത്ര മാർക്കെങ്കിലും കിട്ടിയത്. ഓഹോ, അപ്പൊ എനിക്ക് ഇതിലൊരു പങ്കുമില്ലാന്നല്ലേ? ഓ മതി, ഇനി രണ്ടുപേരും അതിൽ പിടിച്ചു തൂങ്ങാതെ. നിന്റെ ഫുൾ മാർക്സിന്റെ കാരണം ഏതനല്ലേ? അവനെ വിളിച്ച് താങ്ക്സ് പറയണ്ടേ? ഉയ്യോ ശരിയാ, നോട്ട്സ് കിട്ടിയതിൽ പിന്നെ ഞാൻ അവനൊന്ന് വിളിക്കുക കൂടി ചെയ്തില്ല. നീ എന്തൊരു സെൽഫിഷ് ആടി. അല്ലെങ്കിലും ഞങ്ങൾ അങ്ങനെ കോളൊന്നും ചെയ്യാറില്ല. ഇതിനു വേണ്ടിയാ ഞാൻ ഇത്രയും കോൾ ചെയ്തത് തന്നെ. എന്തായാലും ഇന്ന് ഞാൻ വിളിച്ച് ഒരു താങ്ക്സ് പറയുന്നുണ്ട്. ഹലോ ഏതൻ. ആരാ? ഒന്ന് പോ, ഏതന്റെ ഒരു തമാശ. മോളെ, നിനക്കൊക്കെ പാലം കടക്കുവോളമുള്ളൂ നാരായണ. അത് കടന്നപ്പോ നീ തനി രൂപം കാണിച്ചു. അങ്ങനെയല്ല ഏതൻ, ക്ലാസ്സും വേറെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി. ഓ, ഈ വേറെ കാര്യമെന്ന് പറയുന്നത് എക്സിബിഷൻ ആയിരിക്കും. അതിനൊക്കെ പോകാൻ ടൈം ഉണ്ടല്ലോ. ഇതെങ്ങനെ ഏതൻ അറിഞ്ഞു? ഓ, അപ്പയായിരിക്കും. അങ്കിളിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഇടയ്ക്കിടെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കും. ആ എക്സിബിഷന്റെ കാര്യമൊക്കെ അപ്പ പറഞ്ഞു കാണുമല്ലോ. അതിന്റെ ആർട്ടിസ്റ്റ് എന്റെ ഫ്രണ്ടാ. അവൻ ഇൻവൈറ്റ് ചെയ്തപ്പോ പോയതാ. അവനോ?
ഏത് അവൻ? നിനക്ക് ആർട്ടിസ്റ്റ് ഫ്രണ്ട് ഉള്ളത് ഞാനറിയില്ലല്ലോ. അത് പുതിയ ഫ്രണ്ടാ. ആളെ ഏതും കണ്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നേരിട്ട് പരിചയപ്പെടുത്തി തരാം. ശരിയാണല്ലോ, നിന്റെ ബർത്ത്ഡേ ഇങ്ങെത്തിയല്ലേ. നിന്റെ കുഞ്ഞിലെ ഫേസും കളിയും ചിരിയും ഒക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എത്ര പെട്ടെന്നാ പെണ്ണ് വളർന്നത്. ഏതൻ പറയുന്നത് കേട്ട ഏതിന് നല്ല പ്രായമുള്ള പോലെ ഉണ്ടല്ലോ. എൻ്റെ അപ്പച്ചൻ സംസാരിക്കുന്ന പോലെ ഇരിക്കുന്നു. പോടി അവിടുന്ന്. അല്ല ഏതൻ, എൻസോയുടെ സ്ഥലത്തെ പണിയൊക്കെ തീർന്നോ? പുതിയ വല്ലതും കിട്ടിയോ? അവിടുന്ന് പിന്നെയും കുറെ സാധനങ്ങൾ കിട്ടി. അവര് ഉപയോഗിച്ചിരുന്ന വില കൂടിയ ലോഹത്തിൽ നിർമ്മിച്ച പാത്രങ്ങൾ, പിന്നെ കുറച്ച് ആഭരണങ്ങൾ, വേറെയും ചില പെയിന്റിങ്സ്. ആ മത്സ്യകന്യകയുടെ തന്നെയാണോ? അല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് പറഞ്ഞ രാജാക്കന്മാർ വരപ്പിക്കുന്ന പോർട്രേറ്റ്സ് ആണെന്നാ. പക്ഷേ അത് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കിയിട്ടോ റീസ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചിട്ടോ ഒന്നും നടന്നില്ല. അത് മൊത്തം നശിച്ചുപോയി. പിന്നെങ്ങനെ അത് രാജാക്കന്മാരുടെ പോർട്രേറ്റ്സ് ആണെന്ന് മനസ്സിലായി? അത് ആ മത്സ്യകന്യകയുടേതായിക്കൂടെ? അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ മെർമെയ്ഡ് പെയിന്റിങ്സ് ഉണ്ടായിരുന്നത് പഴയ കാലത്തെ ക്യാൻവാസ് പോലെ ഇരിക്കുന്ന ഒരു രൂപത്തിലാ. അത് പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഗാലറിക്കാര് ഫ്രെയിം ചെയ്തെടുത്തതാ എക്സിബിഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പൊ കിട്ടിയ പെയിന്റിങ്സ് ആ രൂപത്തിലല്ലായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിംസ് ആയിരുന്നു അതിന്. ഒറിജിനൽ ഗോൾഡ് കൊണ്ടുള്ള ഡെക്കറേഷൻസും വേറെ വിലപിടിപ്പുള്ള രത്നക്കല്ലുകളും ഒക്കെ പതിപ്പിച്ചതാ. ഓ ആണല്ലേ. അപ്പോ ചിത്രങ്ങൾ മാത്രം നശിച്ചു, ഈ ഫ്രെയിംസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടല്ലേ? അതെ. ആ, ഒരു കാര്യം മറന്നു. അതിൽ ഒരു ചിത്രത്തിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ആണോ? അതാരുടെയാ? പ്രായവും ആ സൗന്ദര്യവും ഒക്കെ വെച്ച് എൻസോ രാജാവാണെന്നാണ് ഞങ്ങളുടെ അനുമാനം. ഹായ്, എൻസോയുടെ ചിത്രം കിട്ടിയോ? ഏതും കണ്ടോ? എങ്ങനെയുണ്ട്? സുന്ദരനാണോ? എനിക്ക് കാണാൻ ഒത്തില്ലാന്നേ. അവരത് ക്ലീൻ ചെയ്തെടുത്തതും ഗാലറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവരങ്ങനെ എല്ലാവരെയും കയറ്റില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ ചിലർ കണ്ടപ്പോൾ അവർക്കറിയുന്ന ആരോ പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞിരുന്നു. ഷോ, അതാരായിരിക്കും? അറിയാനൊരു ആകാംക്ഷ. അതൊക്കെ എന്തായാലും എക്സിബിഷൻ വെക്കും, നമുക്ക് അപ്പോൾ കാണാമെന്നേ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് വേറെ കാര്യമാ. ബാക്കി പെയിന്റിങ്സ് ഒക്കെ നശിച്ചിട്ടും ആ മെർമെയ്ഡ് പെയിന്റിങ്സും എൻസോയുടെ പെയിന്റിങ്ങിനും എന്തുകൊണ്ട് ഒരു കേടുപാടും പറ്റിയില്ല? ശരിയാണല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? അറിയില്ല. ഞാൻ എത്ര ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. ഈ എൻസോ തന്നെ ഒരു മിസ്റ്ററിയാ. അല്ല, നിനക്ക് നാളെ ക്ലാസ് ഇല്ലേ? ആ ഉണ്ട്. ഞാൻ വിളിച്ച കാര്യം പറയാൻ വിട്ടു. അസൈൻമെന്റിന് ഫുൾ മാർക്സ് കിട്ടി. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു യു. താങ്ക് യു ഏതൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫുൾ മാർക്സ് കിട്ടണമെന്നല്ലായിരുന്നോ നിനക്ക്? അത് കിട്ടിയല്ലോ, എനിക്കത് മതി. എന്നാ പിന്നെ മോള് കിടന്നോ, ലേറ്റ് ആകണ്ട. ഓക്കെ ഏതൻ, ഗുഡ് നൈറ്റ്. നിന്റെ ബർത്ത്ഡേ ആയില്ലേ, പാർട്ടി സെറ്റ് ആക്കണ്ടേ നമുക്ക്? ഓ, നമുക്കൊക്കെ നിന്നെപ്പോലത്തെ വലിയ ഫ്രണ്ട് സർക്കിളൊന്നുമില്ലല്ലോ. വീട്ടിൽ വെച്ച് ചെറിയ ഗാദറിങ്, നിങ്ങളും ഏതനും ഉണ്ടാകും. പിന്നെ ഇത്തവണ ചാർലിയെയും ഇയാനെയും കൂടെ ക്ഷണിക്കണം. അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ? വേണ്ടേ? നമ്മളൊക്കെ ഇപ്പൊ ഫ്രണ്ട്സ് അല്ലേ, അവരെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ക്ഷണിക്കണം. ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ചാറ്റിൽ പറയാം. അത് മതി. എങ്കിൽ ഞാൻ ചാർലിയുടെ കൂടെ വന്നോളാം. അപ്പൊ പിന്നെ ആര്യ എന്താക്കും? ഞാൻ വേണേൽ ഇയാനോട് പറയാം ആര്യയെ പിക്ക് ചെയ്യാൻ. അവൾക്കാണേൽ അവനോടൊരു താല്പര്യമുണ്ടല്ലോ എന്ന് ഞാൻ എപ്പോ പറഞ്ഞു? എങ്കിൽ പിന്നെ നിങ്ങൾക്ക് 4 പേർക്കും ഒരുമിച്ച് വന്നാ പോരെ? എന്റെ പൊന്നോ വേണ്ട, ഞാൻ പപ്പയോട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞോളാം. ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ കാര്യം പറയട്ടെ. ആ അടുക്കളയിലെ പൈപ്പിന് ഒരു ലീക്കുണ്ട്. നാളെ ആ പ്ലംബറിനോടൊന്ന് വരാൻ പറയണേ. മനുഷ്യ, നിങ്ങളോടായി പറയുന്നത്, വല്ലതും കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞേ? ആ പ്ലംബറിനെ വിളിച്ച് നാളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണോന്ന്. ആ, പറയാം. എന്തു പറ്റി? മുഖമെന്താ വല്ലാതിരിക്കുന്നേ? ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്ത്? അല്ല, മുവാനയോട് എങ്ങനെയാ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതെന്ന്. എന്തു കാര്യം? നീ എന്താ കാര്യം അറിയാത്ത പോലെ അഭിനയിക്കാണോ അതോ ശരിക്കും അറിയാഞ്ഞിട്ട് തന്നെയാണോ? നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു റാഫേൽ.
നമ്മളെല്ലാം മോഹനയോട് പറയണം. പറയണമെന്ന് എന്താ സ്റ്റീഫൻ ഇത്ര നിർബന്ധം? നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തതല്ലേ, അത് പാലിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ആ കടമ അങ്ങ് മറന്ന പ്രശ്നങ്ങളൊക്കെ തീരില്ലേ? എന്നുവെച്ചാ നമുക്കൊന്നും പറയാതിരുന്നൂടെയെന്ന്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ. ഇപ്പൊ പോകുന്നത് പോലെ തന്നെ മുന്നോട്ട് പോയിക്കോളും. അപ്പോ അവരോടെന്ത് പറയും? ഒന്നും പറയണ്ട. അവരെന്തായാലും നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ടൊന്നും വരാൻ പോണില്ലല്ലോ. പക്ഷേ നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. ഇതുവരെയുള്ള കാര്യങ്ങളല്ലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതിനാണല്ലോ ഞാൻ ചെറുപ്പം മുതലേ മോഹനയെ വെള്ളത്തിനടുത്തേക്ക് പോലും അടുപ്പിക്കാത്തത്. അവൾക്ക് അക്വാഫോബിയയാ. അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഷീ വിൽ ബി ഓൾ റൈറ്റ്. അവര് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യമില്ലേ, നമ്മൾ അവരെ ചതിക്കുന്ന പോലെയാകില്ലേ? സ്റ്റീഫന് എൻ്റെ ജീവനാണോ അതോ അവർക്ക് കൊടുത്ത വാക്കാണോ പ്രധാനം? റാഫേൽ, മോഹനയെ നഷ്ടപ്പെട്ടാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല സ്റ്റീഫൻ. അറിയാലോ, എനിക്കതിനൊരു മടിയുമില്ല. അന്നും ഇന്നും നീ എന്നെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ റാഫേൽ. നിന്നെ ലോകമായിട്ട് കാണുന്നവനാ ഞാൻ. നീ ഇല്ലാതായ ഞാൻ എന്ത് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞതാ. കഴിഞ്ഞ തവണയോ അതൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. ഇത്തവണ അത് പറഞ്ഞു തന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. സ്റ്റീഫൻ പ്ലീസ്, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. മോഹന ഒന്നും അറിയരുത്. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ, നീ ചെയ്യുന്നത് അവരോടുള്ള വിശ്വാസവഞ്ചന മാത്രമല്ല, നമ്മുടെ മോളോടുള്ള വലിയൊരു ചതി കൂടെയാ. അത് നീ മറക്കരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ.